നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് തിരിച്ചടി. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മാത്രമല്ല, മറ്റ് രണ്ടുപേരെ, അതായത് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധിയും കോടതി നീട്ടിയിരിക്കുകയാണ്. ഇരുവരെയും 14 ദിവസത്തേക്കാണ് റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പത്മകുമാർ പൂർണ്ണമായി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും പത്മകുമാറിനും തിരിച്ചടി, മുരാരി ബാബുവിനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കട്ടിളപ്പാളി കേസിൽ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. അതേസമയം ശബരിമലയിൽ ജീവനക്കാരെ നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരുന്നതെന്നും കൂട്ടമായി അല്ലാതെ ഒറ്റയ്ക്കൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നും പത്മകുമാർ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിലെ വാതിൽപ്പാളികൾ ചെമ്പാണെന്ന് എഴുതി ചേർത്ത പത്മകുമാർ നടത്തിയത് ഗുരുതര കൃത്യവിലോപമാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. 2019 വാതിൽപ്പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ ശുപാർശയിൽ മുൻപ് സ്വർണം പൂശിയിട്ടുള്ള എന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ബോർഡ് യോഗം ചേർന്നപ്പോൾ തയ്യാറാക്കിയ കുറിപ്പിൽ പിത്തളയിൽ എന്ന വാക്ക് വെട്ടിയ പത്മകുമാർ ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തു. സ്വർണം പൊതിഞ്ഞവയാണെന്ന് അറിവുണ്ടായിട്ടും അത് എഴുതിയില്ല. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ശശിധരൻ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഒരു പരാമർശം ഉള്ളത്. ഉന്നത സ്വാധീനമുള്ള പത്മകുമാറിന് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾ പദ്ധതിയിട്ടത് വൻ കവർച്ചയ്ക്കെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരി ജ്വല്ലറി ഉടമ ഗോവർദ്ധനും കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഹൈക്കോടതിയിൽ ഗോവർദ്ധന്റെ ജാമ്യ ഹർജി എതിർത്ത് SIT നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീകോവിലിന്റെ പരിസരത്തുള്ള എല്ലാ സ്വർണവും കവർച്ച നടത്താനുള്ള ആസൂത്രണമാണ് ഇവർ നടത്തിയതെന്നും 2025 ഒക്ടോബറിൽ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ ബംഗളൂരിൽ വെച്ച് മൂവരും രഹസ്യമായി കണ്ടുമുട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതി കേസ് പരിഗണിച്ച സാഹചര്യത്തിൽ തന്നെ കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള ഗൂഢാലോചന ഇവർ നടത്തിയെന്നും SITയുടെ കണ്ടെത്തൽ. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ യഥാർത്ഥ സ്വർണത്തിന്റെ മൂല്യം മറ്റൊന്നാണെന്നും സ്പോൺസർഷിപ്പ് തുക തത്തുല്യമായി നൽകിയെന്ന് പറഞ്ഞ് ഇവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി അറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം പുറത്തു വരേണ്ടതുണ്ടെന്നും അതുവരെയും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു SIT ആവശ്യപ്പെട്ടത്. എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ കോടതി വിധികൾ ഉണ്ടായിരിക്കുന്നു. ശബരിമലയിലെ കട്ടിളപ്പടികൾ, ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങിയവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ കാര്യങ്ങളെല്ലാം ഗുരുതര വീഴ്ചകളും ക്രമക്കേടുകളുമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചത്. കട്ടിളപ്പടികളിൽ നിന്ന് 409 ഗ്രാം സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 577 ഗ്രാം സ്വർണവുമാണ് എടുത്തത്. ഇതിൽ നിന്നുള്ള സ്വർണ്ണം ഉപയോഗിച്ചാണ് വാതിൽപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയത്. ബാക്കി 474.957 ഗ്രാം സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെ കൈവശം ഉണ്ടായിരുന്നുവെന്നും അറിയിച്ചു. ദ്വാരപാലക ശില്പങ്ങളിൽ 1564 ഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടതായും റിപ്പോർട്ടിൽ ഉണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.